ക്രിസ്ത്യൻ റിവൈവൽ, അതോടുകൂടി ബുദ്ധിസം അവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതേപോലെ തന്നെ ജപ്പാനിലും ഈ റിവൈവൽ ഉണ്ടാക്കിയപ്പം അവിടെ ബുദ്ധിസം എത്തുന്ന ആൾക്കാരങ്ങ് മാറി. അത് ഇന്ത്യയിലും എഫക്റ്റ് ചെയ്തപ്പോൾ ഈ പറയുന്ന ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിക്കകത്തും അവരുടെ ഫണ്ടിങ് ആണെങ്കിൽ ഐഡിയോളോഗ് ആണെങ്കിൽ സപ്പോർട്ടിങ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ രീതിയിലുള്ള സപ്പോർട്ടും ഇല്ലാതായി മാറി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ദലൈലാമയെ അവിടുന്ന് ഒതുക്കാൻ ശ്രമിച്ചപ്പം അയാൾ അവിടുന്ന് ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പല ബുദ്ധിസ്റ്റ് സ്റ്റേറ്റുകളുണ്ടായിരുന്നു. ഈ ബുദ്ധിസ്റ്റ് സ്റ്റേറ്റുകൾ ഇൻക്ലൂഡിങ് മിസോറാം, സിക്കിം ആണെങ്കിലും മറ്റു പല ഭാഗത്തും അവിടെ ബുദ്ധിസം ഒക്കെ വളരെ വളരെ ചെറുതായിട്ടേ ഉള്ളൂ. ഈ പറയുന്ന പോലെ വിസിബിൾ അവർക്ക് ഈ പല അവരുടെ ടെമ്പിളും പരിപാടികളൊക്കെ ഉണ്ട്. എന്നാൽ അവരുടെ അംഗസംഖ്യ ഭയങ്കരമായിട്ടും കുറഞ്ഞു. ഉറപ്പായിട്ടും അവർ പോയിരിക്കുന്നത് ക്രിസ്ത്യൻ ഫെയ്ത്തിലോട്ടാണ് പോയിരിക്കുന്നത്. നമുക്ക് വിസിബിളായിട്ട് നോർത്ത് ഈസ്റ്റിൽ കാണാനും സാധിക്കും. ഇപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, അതായത് ഈ അംബേദ്കറൈറ്റ്സിൻ്റെ പ്രശ്നം ഇങ്ങനെ കത്തുമ്പോൾ, ഈ ഇഷ്യൂ ഇത്രയും പെട്ടെന്ന് ആളിക്കത്താനുണ്ടായ കാരണം, റീസൺ ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ ദലിത് ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഭയങ്കരമായിട്ട്, അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദലിത് ക്രിസ്ത്യൻ ഒന്നാകുന്നത് പെട്ടെന്ന്.